പ്രിയപ്പെട്ട കുട്ടികളെ, എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആപ്ലിക്കേഷൻസ് ഓഫ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ എന്താണ്, ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷനും ക്രിറ്റിക്കൽ ആംഗിളും റിഫ്രാക്റ്റീവ് ഇൻഡെക്സും തമ്മിലുള്ള റിലേഷനൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. NDR is equal to 1 by sin c, or rarer medium air ആണെങ്കിൽ n is equal to 1 by sin c. എല്ലാ കളേഴ്സിനും ഒരേ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എല്ലാം നമ്മൾ ആദ്യം പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ എല്ലാ കളേഴ്സിനും ഒരേ ക്രിറ്റിക്കൽ ആംഗിൾ അല്ല എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇന്ന് TIR ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷന് നമ്മൾ ഡെയിലി ലൈഫിൽ തന്നെ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. അതിൽ നമ്മൾ ആദ്യത്തെ ആപ്ലിക്കേഷനിലേക്ക് പോകുന്നതാണ് ബ്രില്യൻസ് ഓഫ് ഡയമണ്ട്. നമുക്കറിയാം ഡയമണ്ട് നന്നായിട്ട് നല്ല ഗ്ലിറ്റർ ചെയ്യലുണ്ട് അല്ലേ, നല്ല ബ്രില്യൻസ് തരലുണ്ട് ഡയമണ്ട്. ഡയമണ്ടിൻ്റെ ഫോട്ടോയോ അല്ലെങ്കിൽ വീഡിയോ ഒക്കെ കാണുന്ന സമയത്തൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഡയമണ്ട് ഒരു പ്രത്യേക ടൈപ്പ് കട്ടിങ് അല്ലേ ഡയമണ്ടിൻ്റെ. മാത്രമല്ല അതിൻ്റെ എല്ലാ ഫേസുകളും ഒരേ സമയത്ത് എന്ത് ചെയ്യില്ല, നല്ല ബ്രില്യൻസ് തരില്ല. ഒന്നോ രണ്ടോ ഫേസുകളിലൂടെയാണ് ലൈറ്റ് ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യാറുള്ളത്. ഡയമണ്ടിൻ്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എന്തായിരുന്നു? ഡയമണ്ടിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വളരെ കൂടുതലാണ് അല്ലേ, ഹൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. അറൗണ്ട് 2.4 ആണ് ഡയമണ്ടിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. 2.4 അല്ലെങ്കിൽ 12/5 എന്ന് പറഞ്ഞാൽ വെരി ഹൈ വാല്യൂ ആണ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഹൈ ആണെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഹൈ ആണെങ്കിൽ സ്വാഭാവികമായിട്ടും ക്രിറ്റിക്കൽ ആംഗിൾ എന്തായിരിക്കും? ക്രിറ്റിക്കൽ ആംഗിൾ വളരെ കുറവായിരിക്കും. ഡയമണ്ടിൻ്റെ ക്രിറ്റിക്കൽ ആംഗിൾ അപ്രോക്സിമേറ്റ്ലി 24 ഡിഗ്രിയാണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചാണ് 24 ഡിഗ്രിയാണ്. ക്രിറ്റിക്കൽ ആംഗിൾ വളരെ കുറവാണെങ്കിൽ എന്തിനുള്ള ചാൻസ് കൂടും? ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ നടക്കാനുള്ള ചാൻസ് കൂടും. എന്താ കാരണം? ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ നടക്കണമെങ്കിൽ രണ്ട് കണ്ടീഷൻസ് ആണുള്ളത്. ഒന്ന്, ദ റേ മസ്റ്റ് ട്രാവൽ ഫ്രം ഡെൻസർ മീഡിയം ടു റയറർ മീഡിയം, നമ്പർ 1. നമ്പർ 2, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ ക്രിറ്റിക്കൽ ആംഗിൾ. ക്രിറ്റിക്കൽ ആംഗിളിനേക്കാളും വലുതാണെങ്കിൽ മാത്രമേ, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആണെങ്കിൽ മാത്രമാണ് TR നടക്കുക. അപ്പോൾ ക്രിറ്റിക്കൽ ആംഗിൾ വളരെ കുറവാകുന്ന സമയത്ത് കട്ട് ഓഫ് കുറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ആൾക്കാർ രക്ഷപ്പെടൂലേ? മനസ്സിലായില്ലേ? ക്രിറ്റിക്കൽ ആംഗിൾ നോക്കുമ്പോൾ 24 ആണെന്ന് പറഞ്ഞാൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസിൻ്റെ വേരിയേഷൻ എവിടെ മുതൽ എവിടെ വരെ? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറഞ്ഞാൽ 0 മുതൽ 90 ഡിഗ്രി വരെയാണ് ഇതിൻ്റെ വേരിയേഷൻ ഉണ്ടാവുക. അപ്പോൾ ഇതിൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ എത്ര? 45. അപ്പോൾ 24 പറഞ്ഞാൽ വീണ്ടും അതിൻ്റെ ഏകദേശം പകുതിയിലേക്ക് എത്തണം. ഞാൻ പറഞ്ഞു വരുന്നത് ക്രിറ്റിക്കൽ ആംഗിൾ ഡയമണ്ടിന് വളരെ കുറവാണ്. ക്രിറ്റിക്കൽ ആംഗിൾ കുറവായി കഴിഞ്ഞാൽ കിട്ടുന്ന ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലൈറ്റ് റേസ് ഇങ്ങോട്ട് വരുന്ന സമയത്ത് 0 to 90 ഡിഗ്രിയിലുള്ള എല്ലാ ആംഗിൾസിലും ഉണ്ടാവും ലൈറ്റ്. അതിൽ മെജോറിറ്റിയും 24ൻ്റെ കൂടുതലായിരിക്കും, ബിക്കോസ് 24 ഈസ് വെരി സ്മോൾ. ഓക്കെ, അപ്പോൾ ഡയമണ്ടിൻ്റെ റിഫ്രാക്റ്റീവ്നെസ് കൂടുതലാണ്, അതുകൊണ്ട് തന്നെ ക്രിറ്റിക്കൽ ആംഗിൾ കുറവാണ്. അതുകൊണ്ട് TIR നടക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ആ പോയിന്റ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി ശ്രദ്ധിക്കും, ഡയമണ്ടിൻ്റെ ഫേസ് ഞാൻ പറഞ്ഞില്ല, ഒരു പ്രത്യേക രൂപത്തിൽ ഇങ്ങനെ കട്ട് ചെയ്തിട്ടുള്ള ആണ് ഡയമണ്ടിൻ്റെ ഫേസസ് നമ്മൾ കാണാം. അപ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ, എല്ലാ ഫേസിലൂടെയും ഡയമണ്ടിൻ്റെ ഉള്ളിലേക്ക് ലൈറ്റ് എൻ്റർ ചെയ്യും. അങ്ങനെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്യുന്ന ലൈറ്റ് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഇപ്പോൾ ഇത് ഡെൻസർ മീഡിയത്തിലെ ഉള്ളിൽ ലൈറ്റ് എത്തിക്കഴിഞ്ഞാൽ ലൈറ്റ് ഡെൻസർ മീഡിയം, പുറത്ത് റയറർ മീഡിയം. അപ്പോൾ നോക്കൂ, കണ്ടീഷൻ 1 സാറ്റിസ്ഫൈഡ്, ഡെൻസർ ടു റയറർ, കണ്ടീഷൻ 1 സാറ്റിസ്ഫൈഡ്. ഇനി എന്താ സംഭവിക്കുന്നത് അറിയോ? ഉള്ളിലെത്തിയ ലൈറ്റ് നോക്കൂ, ഇപ്പോൾ ഏതെങ്കിലും ഒരു ഫേസിലേക്ക് ഒന്ന് ഇൻസിഡൻറ്റ് ചെയ്തു. അപ്പോൾ ഇൻസിഡൻറ്റ് ചെയ്താൽ ഇവിടുത്തെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് നമ്മൾ നോക്കുന്ന സമയത്ത് അത് 24നേക്കാൾ കൂടാനാണ് ചാൻസ്. 24നേക്കാൾ കൂടിക്കഴിഞ്ഞാൽ ഡെൻസർ ടു റയറർ മീഡിയം, കണ്ടീഷൻ 1 സാറ്റിസ്ഫൈഡ്, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഗ്രേറ്റർ ദാൻ ക്രിറ്റിക്കൽ ആംഗിൾ. അപ്പോൾ TR സംഭവിക്കും. അപ്പോൾ ഈ റേ ഓഫ് ലൈറ്റ് പുറത്തു പോകില്ല. അപ്പോൾ അവിടെ നോക്കൂ, റിഫ്ലക്ട് ചെയ്ത് അടുത്ത ഫേസിലെത്തി. ഇവിടുന്ന് നോക്കൂ, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 24നേക്കാൾ കൂടിക്കഴിഞ്ഞാൽ പിന്നെ നോക്കൂ, അടുത്ത ഫേസിലേക്ക് എത്തി. അടുത്ത ഫേസിലെത്തി, പുറത്തു വരാനായില്ല. അങ്ങനെ നോക്കൂ, ഇത് TIR ഒക്കേഴ്സ് മെനി ടൈംസ്. അങ്ങനെ ഡയമണ്ടിൻ്റെ ഉള്ളിൽ ഈ ലൈറ്റ് ട്രാപ്പ് ചെയ്തു. മനസ്സിലായോ? അങ്ങനെ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ, എല്ലാ ഫേസിലൂടെയും കൂടെ ലൈറ്റ് ഉള്ളിലേക്ക് കയറുകയും അവിടുന്ന് TIR ഒക്കേഴ്സ് മെനി ടൈംസ്. അങ്ങനെ കുറേ തവണ അവിടെയും TIR ഒക്കെ സംഭവിച്ച് ഇങ്ങനെ ട്രാപ്പ് ചെയ്ത് അവസാനം ഏതെങ്കിലും ഒന്നോ രണ്ടോ ഫേസിൽ എത്തുമ്പോഴാണ് എന്ത് സംഭവിക്കുക? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 24നേക്കാൾ കുറവ് വരിക. 24നേക്കാൾ കുറവ് വന്നാൽ TR സംഭവിക്കില്ല. അപ്പോൾ ആ ഫേസിലൂടെ ഉള്ള എല്ലാ ലൈറ്റും കൂടെ ആ ഫേസിലൂടെ ഒന്നോ രണ്ടോ അത്തരം ഫേസുകളിലൂടെ ലൈറ്റ് പുറത്തേക്ക് വരും. ആൻഡ് ദോസ് ഫേസസ് അപ്പിയർ ഗ്ലിറ്ററിങ്, അല്ലെങ്കിൽ ദോസ് ഫേസസ് അപ്പിയർ ബ്രില്യൻറ്റ്.
അതാണ് നമുക്ക് ബ്രില്യൻ്റ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ എക്സ്പ്ലനേഷൻ പറയുന്ന സമയത്ത് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് ഒന്ന് ഡയമണ്ടിൻ്റെ ഹൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, അതുകൊണ്ട് തന്നെ ഡയമണ്ടിൻ്റെ ലോ ക്രിറ്റിക്കൽ ആംഗിൾ, പിന്നെ TIR ഒക്കേഴ്സ് മെനി ടൈംസ് ഇൻസൈഡ് ദ ഡയമണ്ട് എന്ന പോയിന്റ് വെച്ചിട്ടാണ് നിങ്ങളത് സംസാരിക്കേണ്ടത്. നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോകാം. യെസ്, വെരി ഇൻട്രസ്റ്റിംഗ്. മിറാഷ്. എന്താണ് മിറാഷ്? എന്താ മിറാഷ്? മരീചിക എന്ന് മലയാളത്തിൽ മരീചിക എന്ന് പറയും അല്ലേ? മരീചിക അല്ലേ? മരീചിക. യെസ്, മരീചിക. അതായത് ഹോട്ട് സമ്മർ ഡേയ്സിൽ പലപ്പോഴും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഹോട്ട് സമ്മർ ഡേയ്സ്, മരുപ്പച്ചല്ല കേട്ടോ, അത് ഒയാസിസ് ആണ്. മരീചിക. ഓക്കെ, ഹോട്ട് സമ്മർ ഡേയ്സിൽ പലപ്പോഴും നമുക്ക് നോക്കൂ, റോഡിലൂടെ ഒക്കെ പോകുന്ന സമയത്ത്, ഉച്ച സമയത്തൊക്കെ ഇങ്ങനെ പോകുന്ന സമയത്ത് നല്ല നിരന്ന റോഡാണ്, വെയിൽ ഡയറക്റ്റായിട്ട് റോഡിലേക്ക് അടിക്കുന്ന സ്ഥലമാണെന്നെങ്കിൽ ദൂരേക്ക് നമ്മൾ കാറിലോ ബസ്സിലോ ഒക്കെ പോകുമ്പോൾ ദൂരേക്ക് നോക്കുന്ന സമയത്ത് റോഡിലൊക്കെ വെള്ളം നിൽക്കുന്ന പോലെയുള്ള ഒരു ഫീല് നമുക്ക്. റോഡിൽ വെള്ളമില്ല ശരിക്കും, കാരണം നല്ല സമ്മറുമാണ്, വെള്ളത്തിന് ഒരു ചാൻസും ഇല്ല. പക്ഷെ ദൂരേക്ക് നോക്കുമ്പോൾ അവിടെ ഇങ്ങനെ വെള്ളമുള്ള പോലത്തെ ഒരു അനുഭവം നമുക്ക് ഉണ്ടാവുക. നിങ്ങളിൽ പലർക്കും അത് ഉണ്ടായിട്ടുണ്ടാവും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലേ? മരുഭൂമിയിലാണ് ഏറ്റവും കൂടുതൽ ഇത് ഫീൽ ചെയ്യൽ. അപ്പോൾ പക്ഷേ നമ്മൾ വണ്ടി ഇങ്ങനെ അടുക്കുന്നതിനനുസരിച്ച് അതിങ്ങനെ നമ്മളിൽ നിന്ന് ഇങ്ങനെ അകന്ന് പോകുന്നതും നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇറ്റ്സ് എൻ ഒപ്റ്റിക്കൽ ഇല്യൂഷൻ. ആക്ച്വലി മിറാഷ് ഈസ് എൻ ഒപ്റ്റിക്കൽ ഇല്യൂഷൻ. ഒരു ഇല്യൂഷനാണ്. ഇറ്റ്സ് എൻ ഒപ്റ്റിക്കൽ ഇല്യൂഷൻ യൂഷ്വലി ഒബ്സർവ്ഡ് ഓൺ ഹോട്ട് സമ്മർ ഡേയ്സ്. മനസ്സിലായോ? എന്താ സംഭവിക്കുന്നത് അവിടെ? ഹോട്ട് സമ്മർ ഡേയ്സിലുള്ള പ്രത്യേകത നിങ്ങൾക്കറിയാം. അപ്പോൾ നോക്കൂ, ഇപ്പോൾ എർത്തിൻ്റെ സർഫസ് ആണ് ഇതെന്ന് വിചാരിക്കും. എർത്തിൻ്റെ സർഫസ്. അപ്പോൾ ഗ്രൗണ്ട് ഭയങ്കര സമ്മർ ഡേയ്സിൽ നിങ്ങൾക്കറിയാം എർത്ത് ഭയങ്കരമായിട്ട് ചൂടായിട്ടുണ്ടാവും അല്ലേ? നമ്മൾ പറയില്ലേ റോഡുമൊക്കെ ഒന്നും കാലണ്ട് എടുത്തേക്കാൻ വയ്യ എന്നൊക്കെ പറയില്ലേ? സമ്മർ ഡേയ്സിൽ ഭയങ്കര ചൂടാണ്, നല്ല ചൂടുണ്ടാവും. അപ്പോൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ ഗ്രൗണ്ട് നല്ല ഹീറ്റഡ് ആണ്, ആ സമയത്ത് നന്നായിട്ട് ചൂടായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഗ്രൗണ്ടിനോട് ചേർന്ന് കിടക്കുന്ന എയർ, ആ എയറും എന്തായി എയറിൻ്റെ ടെമ്പറേച്ചർ കൂടും ഗ്രൗണ്ടിനോട് ചേർന്ന് നിൽക്കുന്നത്. അപ്പോൾ ടെമ്പറേച്ചർ എയറിൻ്റെത് കൂടിക്കഴിഞ്ഞാൽ അവിടെ എന്താ സംഭവിക്കുക? തെർമൽ എക്സ്പാൻഷൻ ഉണ്ടാവും. തെർമൽ എക്സ്പാൻഷൻ സംഭവിക്കും. അപ്പോൾ നോക്കൂ, ഗ്രൗണ്ടിനോട് ചേർന്ന് നിൽക്കുന്ന എയർ ഇവിടെയൊക്കെ തെർമൽ എക്സ്പാൻഷൻ മൂലം ഈ ഭാഗം റയറർ ആയിട്ടുണ്ടാവും. റയറർ. എന്നാൽ മുകളിലേക്ക് കുറച്ചിങ്ങനെ പോകുന്ന സമയത്ത് അവിടെ എന്തായിട്ടുണ്ടാവും? അവിടെ ഡെൻസർ തന്നെ ആയിരിക്കും. എന്ന് വെച്ചാൽ അവിടെ ഡെൻസർ എന്ന് പറഞ്ഞാൽ ഫാർ എബവ് അല്ല കേട്ടോ സംസാരിച്ച്, ഒരുപാട് ഉയരത്തിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾക്കറിയാം അറ്റ്മോസ്ഫിയറിൽ മുകളിലേക്ക് പോകുന്നതിനനുസരിച്ചിട്ട് അവിടെ പിന്നെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറവായിരിക്കും എന്നുള്ളതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെയല്ലത്, അത്ര ഉയരത്തിലേക്ക് പോകുന്നില്ല. അതായത് നമ്മൾ ഒരു ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് അല്ലെങ്കിൽ എർത്തിനോട് ചേർന്നുള്ള ഭാഗം മാത്രമേ ഇവിടെ കൺസിഡർ ചെയ്യുന്നുള്ളൂ. അതിൽ തന്നെ എർത്തിന് കോണ്ടാക്റ്റിൽ വരുന്ന ഭാഗം റയററും തൊട്ട് മുകളിലുള്ള ഭാഗം അല്പമൊക്കെ ഡെൻസറും ആയിരിക്കും എന്നുള്ള പോയിന്റ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു. എന്തുകൊണ്ടാണ് റയറർ ആയത്? ഡ്യൂ ടു തെർമൽ എക്സ്പാൻഷൻ കേട്ടോ. ഓക്കെ, ഇനി ഈ ഡയഗ്രം ഒന്ന് ശ്രദ്ധിക്കും, പറയാം. ഇപ്പോൾ നോക്കൂ, ഇത് എർത്ത് സർഫസാണ് കേട്ടോ. എർത്ത് സർഫസ് ആണ് ഈ ഫസ്റ്റ് ലൈൻ എന്ന് വിചാരിക്കാം. എർത്ത് സർഫസ് ഇത്. ഓക്കെ, അപ്പോൾ സർഫസിൽ എർത്തിൻ്റെ സർഫസിൽ നോക്കൂ, ഇവിടെ ഒരു ട്രീ കാണിച്ചിട്ടുണ്ട് ഇവിടെ. എന്നിട്ട് എന്താ സംഭവിക്കും നോക്കൂ, ഇവിടുന്ന് ലൈറ്റർ ഇങ്ങോട്ട് താഴേക്ക് വരാം. ഇവിടെ ഈ ലൈൻ വരച്ച് കണ്ടോ നിങ്ങൾ? ഇവിടെ ഇങ്ങനെ ഗ്യാപ്പ് കൂടി വരച്ചിട്ടുണ്ട്, മുകളിൽ ഗ്യാപ്പ് അടുത്തടുത്ത് വരച്ചിട്ടുള്ളത്. എന്ന് വെച്ചാൽ ഇവിടെ ഹോട്ട് എയർ ആണ്, അപ്പോൾ ഇത് റയറാണ്. റയറർ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ വരച്ചെന്നുള്ളൂ. അങ്ങനെ നിർബന്ധമൊന്നുമില്ല, ഞങ്ങളിവിടെ റയറർ എന്ന് എഴുതി വെച്ചാലും മതി. മുകളിൽ കുറച്ചും കൂടെ കോൾഡ് എയർ എന്ന് പറഞ്ഞാൽ ഭയങ്കര തണുത്തതെന്നല്ല കേട്ടോ. മീൻസ് ഇവിടെ കമ്പയർ ചെയ്യുമ്പോൾ ഇതിനേക്കാളും ടെമ്പറേച്ചർ ഇവിടെ കുറവാണെന്ന് മാത്രം. കാരണം മൊത്തത്തിൽ ഹോട്ട് സമ്മർ ഡേയ്സിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നോക്കി, ഇവിടുന്ന് ലൈറ്റ് ഇങ്ങോട്ട് വരുന്ന സമയത്ത് എന്താ സംഭവിക്കുക? ഡെൻസറിൽ നിന്ന് റയറിലേക്ക് വരുന്നത്. അപ്പോൾ എന്താ സംഭവിക്കുക? അതിങ്ങനെ കണ്ടിന്യൂസ്ലി ഇങ്ങനെ ബെൻഡ് ചെയ്ത് എവേ ഫ്രം ദ നോർമൽ, ഇതിൻ്റെ ഇടയിലൊക്കെ ഞാൻ ചെറിയ വരച്ചിട്ടുണ്ട്, ഇങ്ങനെ എവേ ഫ്രം ദ നോർമൽ ഇങ്ങനെ വന്ന് അപ്പോൾ ഒരു പർട്ടിക്കുലർ ലെവലിൽ എത്തുന്ന സമയത്ത് ഇവിടെ I ഗ്രേറ്റർ ദാൻ സി ആയി. I ഗ്രേറ്റർ ദാൻ സി ആകുന്ന സമയത്ത് പിന്നെ റേ ഓഫ് ലൈറ്റ് ഇങ്ങോട്ട് വരില്ല. ഇൻസ്റ്റഡ് അത് നോക്കൂ, ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ സംഭവിച്ച് അങ്ങോട്ട് റിഫ്ലക്റ്റ് ചെയ്തിട്ട് അങ്ങോട്ട് തന്നെ പോയി. കണ്ടോ? അങ്ങനെ അങ്ങോട്ട് പോയിട്ട് ആ റേ ഓഫ് ലൈറ്റ് നോക്കൂ ഇങ്ങനെ വന്നിട്ട്, അപ്പോൾ ഇവിടെ ഒരാളുണ്ടെങ്കിൽ അയാളെ കണ്ണിലേക്ക് റേ ഓഫ് ലൈറ്റ് ഇങ്ങനെ വരുന്നത്. അപ്പോൾ അയാളടുത്തേക്ക് ലൈറ്റ് ഇങ്ങനെ വരുന്നതുകൊണ്ട് തന്നെ അയാൾക്ക് ഫീൽ ചെയ്യുന്നത് ആ ലൈറ്റ് അയാളടുത്തേക്ക് വരുന്നത് നോക്കൂ ഈ ഒരു പോയിന്റ് നിന്നാണെന്നാണ്. എന്ന് വെച്ചാൽ ഈ ഭാഗം അയാൾ കാണുന്നത് ഇവിടെയാണ്. അതുപോലെ ഇവിടുന്ന് ഓരോ പോയിന്റിൽ നിന്നും ഇങ്ങനെ ലൈറ്റ് പോകും. അപ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് ബാക്കിയുള്ള പോയിന്റൊക്കെ കിട്ടും. മനസ്സിലായില്ലേ? ബാക്കിയുള്ള പോയിന്റൊക്കെ അങ്ങനെ കിട്ടുന്നത് മനസ്സിലായോ?
ഓക്കെ, അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ ഈ വെള്ളം ഉണ്ടാവുക റോട്ടിൽ വെള്ളം നിൽക്കുന്ന പോലെ എന്ന് പറയാൻ കാരണം എന്താ, ശരിക്കും റോട്ടിൽ വെള്ളം നിൽക്കുന്ന പോലെ എന്നല്ല പറയേണ്ടത്, മറിച്ച് റോട്ടിൽ മിറർ വെച്ച പോലെ എന്നാ. ശരി, റോഡിൽ മിറർ വെച്ച ഇഫക്റ്റ് പലപ്പോഴും നമുക്ക് കിട്ടൽ എപ്പോഴാണ്, റോഡിൽ വെള്ളം നിൽക്കുന്ന സമയത്താണ്. അതുകൊണ്ടാണ് ഞാൻ വെള്ളമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ട് നേരത്തെ സംസാരിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് പോയിന്റ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് കാര്യം. യെസ്, അപ്പോൾ നോക്കൂ, ഇതിൻ്റെ ഒരു ഇമേജ് നമുക്ക് ഇവിടെ കിട്ടും. അതാണ് മിറാഷ്. അപ്പോൾ മിറാഷിൽ എന്താ സംഭവിക്കുന്നത്? മിറാഷ് ഞാൻ ഒന്നുകൂടെ പറയാം. ഇറ്റ്സ് എൻ ഒപ്റ്റിക്കൽ ഇല്യൂഷൻ യൂഷ്വലി ഒബ്സർവ്ഡ് ഓൺ ഹോട്ട് സമ്മർ ഡേയ്സ്. During hot summer days, the atmospheric layers in contact with the surface of the earth are rarer due to thermal expansion than the upper layers. Upper layers പറഞ്ഞാൽ ഫാർ അബോവ് അല്ല ഉദ്ദേശിച്ചുള്ളത്, അതിൻ്റെ തൊട്ട് മുകളിലുള്ളതിനേക്കാളും. അപ്പോൾ നമുക്ക് ലൈറ്റ് ഫ്രം ദിസ് പോയിന്റ്, ഞാൻ അതിനെ ഓ എന്ന് വിളിക്കുകയാണെങ്കിൽ, ലൈറ്റ് ഫ്രം ഓ ഇൻ മൂവിങ് ഫ്രം ഡെൻസർ ടു റയറർ റീജിയൻ ബെൻസ് എവേ ഫ്രം ദ നോർമൽ and at a particular layer when the angle of incidence is greater than critical angle, TIR occurs. And finally, for this observer, those light rays appear to come from I, which is the mirror image of O. That is what is mirage. അപ്പോൾ ഇവിടെയും എന്താണ്, ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ്റെ അപ്ലിക്കേഷനാണ് നമ്മൾ സംസാരിച്ചിട്ടുള്ളത്. മറ്റൊരു TIRൻ്റെ ആപ്ലിക്കേഷനാണ് ടോട്ടൽ റിഫ്ലക്റ്റിംഗ് പ്രിസംസ്. അതർവൈസ് കോൾഡ് പോറോ പ്രിസംസ് എന്ന് തന്നെ വിളിക്കാറുണ്ട്. പോറോ പ്രിസംസ് നമുക്ക് പോറോ പ്രിസംസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ റൈറ്റ് ആംഗിൾഡ് ഐസോസെലസ് ഗ്ലാസ് പ്രിസാണ് പോറോ പ്രിസംസ്. മനസ്സിലായല്ലോ? ലൈക്ക് ദീസ്. യെസ്, റൈറ്റ് ആംഗിൾഡ് ആണ്, ഐസോസെലസ് ആണ്. റൈറ്റ് ആംഗിൾഡ് ഈ സൈഡും ഈ സൈഡ് ലെങ്ത്തും എന്താണ്, ഈക്വൽ. അതുകൊണ്ട് തന്നെ ഈ ആംഗിൾ എത്ര വരിക, ദിസ് ഈസ് 45 ഡിഗ്രി, ദിസ് ഈസ് ആൾസോ 45 ഡിഗ്രി. ഇത്തരം റൈറ്റ് ആംഗിൾഡ് ഐസോസെലസ് ഗ്ലാസ് പ്രിസം, അതാണ് ആര്, ടോട്ടൽ റിഫ്ലക്റ്റിംഗ് പ്രിസംസ് ഓർ പോറോ പ്രിസം. എന്താ ടോട്ടൽ റിഫ്ലക്റ്റിംഗ് പ്രിസം? ദ ബെസ്റ്റ് മിറർ ഇൻ ദ വേൾഡിൽ ഏറ്റവും നല്ല മിറർ പോലും 96% ഓഫ് ദ ഇൻസിഡൻറ്റ് ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യുള്ളൂ എന്നാണ് പറയുന്നത്. മീൻസ് അങ്ങനെയാണ് പറയപ്പെടുന്നത്. 4% അതിൻ്റെ ഉള്ളിൽ കൂടെ ട്രാൻസ്മിറ്റ് ചെയ്ത് പോകുന്നു. എന്ന് വെച്ചാൽ നല്ലൊരു മിററിൽ നമ്മൾ നോക്കിയാൽ പോലും നമ്മളെ കൃത്യമായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. എന്ന് വെച്ചാൽ നമ്മുടെ ഫേസിൽ നിന്ന് എത്ര ലൈറ്റ് റേസ് ആണോ മിററിലേക്ക് പോയത് അത് കംപ്ലീറ്റ് റിഫ്ലക്റ്റ് ചെയ്യണില്ല, പകരം അതിൽ ചെറിയൊരു പെർസെൻറ്റേജ് അതിൻ്റെ ഉള്ളിൽ കൂടെ ട്രാൻസ്മിറ്റ് ചെയ്ത് പോകുന്നുണ്ട്. എന്നാൽ ടോട്ടൽ റിഫ്ലക്റ്റിംഗ് പ്രിസത്തിൻ്റെ പ്രത്യേകത എന്താ അറിയോ, ഒരു ലൈറ്റ് പോലും മിസ്സാവില്ല. എന്ന് വെച്ചാൽ ഇതിലൂടെ വരുന്ന കംപ്ലീറ്റ് ലൈറ്റിനെയും അയാളെന്ത് ചെയ്യും, റിഫ്ലക്റ്റ് ചെയ്യുന്നു. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ ഇപ്പോൾ കാണിക്കാം. മനസ്സിലായല്ലോ? കംപ്ലീറ്റ് ലൈറ്റിനെയും അത് റിഫ്ലക്റ്റ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഹൗ ഈസ് ഇറ്റ് പോസിബിൾ നോക്കാം. ഗ്ലാസിൻ്റെ ക്രിറ്റിക്കൽ ആംഗിൾ എന്താ, നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചു. ഗ്ലാസിൻ്റെ ക്രിറ്റിക്കൽ ആംഗിൾ ഈസ് അപ്രോക്സിമേറ്റ്ലി 42 ഡിഗ്രിയാണ്. 42 ഡിഗ്രി. ഇനി എന്ത് സംഭവിക്കും നോക്കൂ. ഇവിടുന്ന് ഒരു റേ ഓഫ് ലൈറ്റ് വരികയാണെങ്കിൽ അത് നേരെ നോക്കുക ഇവിടെ എത്തി. ഉണ്ടോ? ഒരു റേ ഓഫ് ലൈറ്റ് വന്നാൽ ആ റേ ഓഫ് ലൈറ്റ് ഇവിടെ എത്തി. എന്താ കാരണം നോക്കൂ, ഇത് നോർമൽ ഇൻസിഡൻസ് ആണ്. നോർമൽ ഇൻസിഡൻസിൽ ബെൻഡിങ് ഉണ്ടാവില്ല. അപ്പോൾ സ്ട്രെയിറ്റ് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നോക്കൂ, ഈ പോയിന്റിൽ ഞാൻ നോർമൽ വരച്ചു. ഇവിടെ നോർമൽ വരച്ചാൽ ദിസ് ഈസ് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഇത് 45, ഇത് 90, അപ്പോൾ ഇത് 45, ഇത് മൊത്തത്തിൽ 90, അപ്പോൾ ഇതും 45. ആൻഡ് 45 ഈസ് ഗ്രേറ്റർ ദാൻ ക്രിറ്റിക്കൽ ആംഗിൾ. ഗ്ലാസിൻ്റെ ക്രിറ്റിക്കൽ ആംഗിൾ 42 ഉള്ളൂ. ഇവിടെ അത് 45 ഡിഗ്രി ഉണ്ട്. അപ്പോൾ ദാറ്റ് മീൻസ് I ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇസ് ഗ്രേറ്റർ ദാൻ C. അപ്പോൾ പിന്നെ എന്താ സംഭവിക്കുക, TIR സംഭവിക്കും. ഡെൻസർ ടു റയറർ കണ്ടീഷൻ 1 ഓൾറെഡി സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ TIR സംഭവിച്ചിട്ട് എങ്ങോട്ടാണ് പോവുക, സിമ്പിൾ. കാരണം ഈ ആംഗിൾ എത്ര 45. അപ്പോൾ ഇത് ഇനി ലോസ് ഓഫ് റിഫ്ലക്ഷനാണ് ഫോളോ ചെയ്യേണ്ടത്. അപ്പോൾ ഇത് നോർമൽ അല്ലേ. അപ്പോൾ നോർമലിൽ നിന്ന് ഇത് 45 ആണെങ്കിൽ ഇനി നോർമലിൽ നിന്ന് ഇങ്ങോട്ടും 45 എടുക്കുക. അങ്ങനെ ഇങ്ങോട്ട് 45 എടുത്താൽ എത്ര കിട്ടുക നോക്കൂ. അപ്പോൾ നോക്കൂ, ഈ ഒരു പോയിന്റിൽ നിന്ന് താഴത്തേക്ക് വരയ്ക്കുക, ലൈക്ക് ദീസ്. യെസ്, അപ്പോൾ ഇവിടെയും നിങ്ങൾക്ക് ഈ ആംഗിൾ 45 ഡിഗ്രി എന്ന് കിട്ടും. ഇതാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വരുന്ന എത്ര ലൈറ്റ് വന്നാലും ശരി അത് കംപ്ലീറ്റ് എവിടെത്തും,
ഫുള്ളി റിഫ്ലക്റ്റ് ചെയ്തിട്ട് അതിൽ ഒരല്പം പോലും ഇതിലൂടെ അങ്ങോട്ട് പാസ് ചെയ്യൂല എന്നർത്ഥം. ഇതാണ് ടോട്ടൽ റിഫ്ലക്റ്റിംഗ് പ്രിസം. ടോട്ടൽ റിഫ്ലക്റ്റിംഗ് പ്രിസം ഉപയോഗിച്ചിട്ട് 90 ഡിഗ്രി ഡീവിയേഷൻ എങ്ങനെ ഉണ്ടാക്കുക നോക്കാം നമുക്ക്. ഇപ്പോൾ 90 ഡിഗ്രി ഡീവിയേഷൻ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ചെയ്താൽ തന്നെയാണ്, അതിന് കുറച്ചും കൂടി വ്യക്തമായിട്ട് നമുക്ക് ഇങ്ങനെ കൊടുക്കാം. 90 ഡിഗ്രി ഡീവിയേഷൻ ഉണ്ടോ, 90 ഡിഗ്രി ഡീവിയേഷൻ. ഹൗ വിൽ യു പ്രൊഡ്യൂസ് 90 ഡിഗ്രി ഡീവിയേഷൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ടോട്ടൽ റിഫ്ലക്റ്റിംഗ് പ്രിസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാം എന്താ സംഭവം എന്നുള്ളത്. ഇപ്പോൾ നോക്കി ഇവിടുന്ന് ഒരാൾ നടന്നു വരിക കേട്ടോ, ആ ആളാണ് AB. അപ്പോൾ നോക്കൂ ഇവിടെ ഒക്കെ മറച്ചു വെച്ചിട്ടുണ്ട്, നമ്മൾ ഇവിടെ ഉള്ളത്. അപ്പോൾ നമുക്ക് നോക്കൂ ഇവിടുന്ന് ഇവിടെ എന്തോ ഒരു പിന്നെ എന്തോ ഒരു വാളൊക്കെ ഉണ്ട്, നമുക്ക് ഇതിൽ കൂടെ നോക്കാൻ കഴിയില്ല എന്ന് വിചാരിക്കാം. അപ്പോൾ ഇയാൾ ഇങ്ങനെ വരുന്നുണ്ട്, നമ്മൾ ടോട്ടൽ റിഫ്ലക്റ്റിംഗ് പ്രിസം അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ വരുന്ന ആൾ ഇങ്ങനെ ചെരിഞ്ഞ് ഇങ്ങോട്ട് വരുന്ന പോലെ ഫീൽ ചെയ്യുന്നു. ഒന്നുകൂടെ പറയാം. ഇപ്പോൾ AB, ഇതിൽ B അയാളെ തലയാണെന്ന് വിചാരിക്കുക, ഹെഡ്. അപ്പോൾ തലയിൽ നിന്നുള്ള റേ ഓഫ് ലൈറ്റ് നോക്കൂ ഇങ്ങനെ വന്ന് നേരത്തെ നമ്മൾ വരച്ച അതേ കാര്യം. അപ്പോൾ നോക്കൂ ദിസ് ഈസ് ഫ്രം തല B ഡാഷ്. ഇത് നോക്കൂ കാൽമെന്നാണെങ്കിൽ നോക്കൂ ഇങ്ങനെ വന്നിട്ട് അത് കാലും. അപ്പോൾ ഇത് ശ്രദ്ധിക്കണം, അല്ലാതെ ഇവിടെ വരയ്ക്കുമ്പോൾ ഇത് അങ്ങോട്ടും മാറി വരയ്ക്കരുത്, തലയും കാലും അങ്ങോട്ടും മാറരുത്. മനസ്സിലായോ? അപ്പോൾ നോക്കൂ നേരെ പോകുന്ന ഒരാൾ 90 ഡിഗ്രി ഡീവിയേറ്റ് ചെയ്ത പോലെയാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. അതാണ് 90 ഡിഗ്രി ഡീവിയേഷൻ എന്ന് വിളിക്കുന്നത്. ഇതുപോലെ നോക്കൂ അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇൻവേർഷൻ വിത്ത് 180 ഡിഗ്രി ഡീവിയേഷനാണ്. ഇൻവേർഷൻ വിത്ത് 180 ഡിഗ്രി ഡീവിയേഷൻ എന്ന് വെച്ചാൽ നല്ല നിലക്ക് ഇങ്ങോട്ട് വരുന്ന ആൾ പ്രിസത്തിലൂടെ നോക്കിക്കഴിഞ്ഞാൽ തല കീഴായിട്ട് ഇവിടുന്ന് അങ്ങോട്ട് പോയ ആൾ അവിടുന്ന് തല കീഴായിട്ട് ഇങ്ങോട്ട് വരുന്ന പോലെ ഫീൽ ചെയ്യുക. നോക്കാം. അപ്പോൾ നോക്കൂ പ്രിസത്തിന് ഈ ഒരു അറേഞ്ച്മെൻറ്റിലാണ് വെച്ച് കണ്ടോ, നേരത്തെ വെച്ച ഒരു ഓറിയൻറ്റേഷൻ അല്ലത്. അപ്പോൾ നോക്കൂ തലയിൽ നിന്ന് റേ ഓഫ് ലൈറ്റ് വന്ന്, അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് 45 വരിക. അപ്പോൾ പിന്നെ TR സംഭവിച്ചു, ഇവിടെ എത്തി. ഇതൊക്കെ എങ്ങനെ ആവണമെന്ന് മനസ്സിലാവണം കേട്ടോ. ഇവിടുന്ന് അഗെയിൻ വീണ്ടും 45 ഡിഗ്രി വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ 42, ഗ്ലാസിൻ്റെ 42 ആണ്. അപ്പോൾ അവിടുന്ന് വീണ്ടും റിഫ്ലക്ട് ചെയ്ത് ഇവിടെ എത്തി. അപ്പോൾ ദിസ് ഈസ് ഫ്രം ഹെഡ് B ഡാഷ്. അതുപോലെ നോക്കൂ കാലുമെന്ന് വരയ്ക്കുക കണ്ടോ, ഇനി അതിന് പാരലായിട്ട് വരച്ചാൽ മതി. അപ്പോൾ ആൾ കീഴായി തല കുത്തനെ വന്നു, ഇൻവേർട്ടഡായി. മാത്രമല്ല നേരെ അങ്ങോട്ട് പോയിരുന്ന ആൾ ഇപ്പോൾ അവിടുന്ന് കെട്ട വരുന്നത്. അപ്പോൾ ഡീവിയേഷൻ എത്രയാണ്? 180 ഡിഗ്രി ഡീവിയേഷൻ കണ്ടോ, 180 ഡിഗ്രി ഡീവിയേഷൻ. അതിൽ ഒരു ഡയഗ്രാം കൂടെ നമുക്ക് പഠിക്കാനുണ്ട് ആ ഭാഗത്തുനിന്ന്. അത് നോക്കൂ, ഇൻവേർഷൻ വിത്തൗട്ട് ഡീവിയേഷൻ എന്ന് വെച്ചാൽ ആൾ തലകീഴായിട്ട് വരണം, ഇൻവേർട്ടഡ് ആവണം, പക്ഷേ ഡീവിയേഷൻ ഉണ്ടാകാൻ പാടില്ല. കാണിക്കാം. നോക്കൂ ഇവിടെ എന്താ AB. അപ്പോൾ നോക്കൂ ഇവിടെ നമ്മളിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ ആംഗിള് നമുക്ക് എന്ത് കിട്ടിയാലും ശരി, ഈ ആംഗിൾ എന്തായിട്ടും കാര്യമില്ല. കാരണം ഇത് റയറർന്ന് ഡെൻസറിലേക്ക് വരുന്നത്. അപ്പോൾ ബെൻസ് ടുവേർഡ്സ് നോർമൽ കണ്ടോ, അല്ല ഇവിടെ TR സംഭവിക്കുമെന്ന് പറയരുത്. ടുവേർഡ്സ് നോർമൽ ഇവിടെ വന്നു. ഈ ആംഗിൾ എത്ര ആയിരിക്കും ഉണ്ടാവുക ഇത് പറയാൻ പറ്റും നിങ്ങൾക്ക്? ഒന്ന് വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങളൊന്ന് പറഞ്ഞാൽ ഈ ആംഗിൾ എത്ര ഉണ്ടാവുമെന്ന്. വീഡിയോ പോസ് ചെയ്തിട്ടോ, ഞാൻ പറഞ്ഞിട്ട് പിന്നെ നിങ്ങൾ പറയാൻ നിൽക്കരുത്. ഇവിടെ ഇത് റൈറ്റ് ആംഗിൾഡ് ആണ്, ഐസോസെലസ് പ്രിസം തന്നെയാണ് നേരത്തെ റൈറ്റ് ആംഗിൾഡ് ആണ്. അപ്പോൾ ഇത് 90 ഡിഗ്രിയാണ്, അപ്പോൾ ഇത് 45 ഡിഗ്രിയാണ്. 45 ഡിഗ്രി. നിങ്ങൾ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ, ഞാൻ ആൻസർ പറയാൻ പോകട്ടോ, നിങ്ങൾക്ക് കിട്ടിയിട്ടാണ് നിങ്ങൾ കാണേണ്ടത്. അപ്പോൾ ഇത് 45 ആണെങ്കിൽ ഞാൻ പറയാൻ പോവാണ്, ഇത് 45 ആണെങ്കിൽ ഇവിടെ എത്ര വരിക? നോക്കൂ ഇത് 45 ആണെങ്കിൽ ഈ ആംഗിൾ എത്ര? 45. കാരണം ഇതാ ഈ ആംഗിളും ഈക്വൽ. ഇത് 45 ആണ്, ഇത് 45. ഇത് നോർമലായി വരച്ച്. അപ്പോൾ ഇതെത്രയാണ്? ഇത് 45 ആണ്, ഇതും 45. ഓക്കെ, നിങ്ങൾക്ക് ശ്രദ്ധിച്ചോ. അപ്പോൾ നമ്മളിത് ഇങ്ങനെ വരച്ചിട്ട് ബെൻസ് ടുവേർഡ്സ് ദ നോർമലാണ് ഇത് വന്നിട്ടുള്ളത്. എന്ന് വെച്ചാൽ പറയാം, ഈ ആംഗിൾ ഇത് നോർമൽ അല്ല, ഇത് ദിസ് ഈസ് നോർമൽ. അപ്പോൾ ഇത്രയും ആംഗിൾ 90 ഡിഗ്രിയാണ്. അപ്പോൾ ഇത് എത്ര വരിക? ഇത് ഗ്രേറ്റർ ദാൻ 90. അങ്ങനെയാണ് ഈ ട്രയാങ്കിളിൻ്റെ ഈ ഭാഗം എത്ര വരിക? ഇത് ലെസ് ദാൻ 45. കാരണം ഇത് ഓൾറെഡി 45 ആണ്. മൂല്യം കൂടി കൂട്ടിയാൽ 90 കിട്ടണമെങ്കിൽ ഇയാൾ പിന്നെ ഇത് ലെസ് ദാൻ അല്ലേ? യെസ്, ലെസ് ദാൻ 45 ഡിഗ്രി. അങ്ങനെ ആകുമ്പോൾ ഇതാരായി? അപ്പോൾ ഇത് ഗ്രേറ്റർ ദാൻ 45 ഡിഗ്രിയാണ്. ഗ്രേറ്റർ ദാൻ 45 ഡിഗ്രിയാണ് ഈ ആംഗിൾ കേട്ടോ. ഓക്കെ, ഞാൻ ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ, അതിൻ്റെ ജിയോമെട്രി നിങ്ങൾക്കൊന്ന് കാണാൻ വേണ്ടിയിട്ട് സംസാരിച്ചാണ്. കൺഫ്യൂഷൻ ഇല്ലാന്ന് വിചാരിക്കുന്നു. കൺഫ്യൂഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പഴയ 7ാം ക്ലാസ് ജിയോമെട്രിയാണ് പറഞ്ഞത് കേട്ടോ, അതിലപ്പുറത്തൊന്നുമില്ല. അപ്പോൾ നോക്കൂ ഇവിടെ TR സംഭവിക്കുന്നു. കാരണം 42 ആയി കഴിഞ്ഞ് 42നെ കൂടുതലായി കഴിഞ്ഞാൽ തന്നെ TR സംഭവിച്ചു. ഇത് ഗ്രേറ്റർ ദാൻ 45 ആണ്, അപ്പോൾ TR സംഭവിച്ചു. അപ്പോൾ നോക്കൂ ഇവിടുന്ന് തലയിൽ നിന്ന് വരുന്നത് ഇവിടെ താഴെത്തി കേട്ടോ. പിന്നെ നിന്ന് ഞാൻ പാരലായിട്ട് ഇങ്ങനെ വരച്ചാൽ മതി. അപ്പോൾ കാല് മുകളിൽ. പിന്നെ ഇതിങ്ങനെ ഒരേ ലെവലിലാവണം നിർബന്ധമില്ല കേട്ടോ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ചിലർ വരയ്ക്കുമ്പോൾ ഇത് പിന്നെ ഇങ്ങനെ കിട്ടിയിട്ട്
അപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ എ ബി ഇങ്ങനെ കിട്ടിയിട്ട് അത് ചിലപ്പോൾ ബി എന്താ പറയുക എ ഡാഷ് ബി ഡാഷ് ഇവിടെ ആയിരിക്കും കിട്ടുക. നോ ഇഷ്യൂ ദിസ് ഈസ് എ ഡാഷ് ബി ഡാഷ്. ഇതും പാരലായാൽ മതി. ഇനി നമുക്ക് ഇതിങ്ങനെ കിട്ടുക, ഈ സൈഡ് നിങ്ങൾ ഇങ്ങോട്ട് താത്തുമ്പോൾ അതിനനുസരിച്ച് അവിടെ പൊന്തും കേട്ടോ. ഇങ്ങനെ ലൈക്ക് ദിസ്. ഒരേ ലെവലിലാണെങ്കിൽ ഓക്കെ. ഇവിടെ പൊന്തിക്കുമ്പോൾ അതിനനുസരിച്ച് ഇവിടെ താവും. മനസ്സിലായല്ലോ? പാരലായാൽ മതി. ഡീവിയേഷൻ ഇല്ലാതൊക്കെ ആണെങ്കിൽ വിത്തൗട്ട് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ പാരലായാൽ മതി. ഇവിടെ ഞാൻ വരച്ചത് ഏകദേശം ഇത് ഒരേ ലെവലിൽ തന്നെയാണ്. ഓക്കെ, അതങ്ങനെ തന്നെ ആവണമെന്നില്ല. ഈ ഭാഗങ്ങൾ കുറച്ച് താഴ്ത്തുന്ന സമയത്ത് അതിനനുസരിച്ച് വിടാണ്ട് പൊന്തുന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ മീനിങ്. ഓക്കെ, ഞാൻ നോക്കൂ, TR-ൻ്റെ അടുത്ത ആപ്ലിക്കേഷനിലേക്ക് പോകണം. ദാറ്റ് ഈസ് ഒപ്റ്റിക്കൽ ഫൈബേഴ്സ്. ഒപ്റ്റിക്കൽ ഫൈബർ വളരെ ഫേമസ് ആണ്. ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് നിങ്ങളെല്ലാവരും ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് കണ്ടു. ലോ ക്വാളിറ്റി ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് എല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലേ? നമ്മൾ പിന്നെ ഒപ്റ്റിക്കൽ ഫൈബേഴ്സിൻ്റെ മെയിൻ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷനിലാണ്. മേജർ ആപ്ലിക്കേഷൻ ഇൻ ദ മോഡേൺ വേൾഡിൽ കമ്മ്യൂണിക്കേഷനിലാണ്. ഒപ്റ്റിക്കൽ റോഡ് സൈഡിലൊക്കെ നിങ്ങൾ കണ്ടില്ലേ, OFC എന്ന് കണ്ടിട്ടുണ്ടാവില്ലോ പല സ്ഥലത്തും. OFC പറഞ്ഞാൽ ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ എന്നാണ്. റോഡ് സൈഡിൽ പല സ്ഥലങ്ങളിലൊക്കെ ഞാൻ തന്നെ പല സ്ഥലത്തും കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ഇപ്പോൾ അവിടുന്ന് വിട്ടുണ്ടാവും. അത് ഇങ്ങനെ നമ്മൾ കിലോമീറ്ററൊക്കെ എഴുതിയ കല്ലുണ്ടാവില്ല, അതുപോലത്തെ ഇങ്ങനെ കല്ല് എഴുതിയ ടൈമിലുണ്ടാവും OFC എന്ന് എഴുതിയാണ്. എന്ന് വെച്ചാൽ താഴെ കൂടെ ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ പോകുന്നുണ്ട്, അവിടെ കുഴിയൊന്നും കുത്തരുതെന്നുള്ള സൂചന കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഇൻഡിക്കേഷൻ തരാണ്. അതാണത്. ഈ സിസ്റ്റമൊക്കെ ഇപ്പോൾ പോയിട്ടുണ്ട്. ഇപ്പോൾ അങ്ങനെയൊന്നും ഇപ്പോൾ കാണൽ വളരെ കുറവാണ്. മുമ്പ് ഏതെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ അത് ആ സ്ഥലത്ത് ഇപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ, അല്ലാതെ ഉണ്ടാകാൻ സാധ്യതയില്ല. ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ നമ്മൾ റോഡ് സൈഡിൽ ടെലിഫോൺസിൽ നിന്നുള്ള ജോലിക്കാർ അവിടെ കുഴിയൊക്കെ വെച്ചിട്ട് എന്ത് റിപ്പയർ വർക്ക് നടക്കുന്ന സമയത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ കാണാം. പിന്നെ ലോ ക്വാളിറ്റി ഒപ്റ്റിക്കൽ ഫൈബർ നിങ്ങൾ പലരും വളരെ ചീപ്പായിട്ട് നമ്മൾ മിക്ക വീടുകളിലും ഷോക്കേസുകളിലും കണ്ടില്ലേ, ഒരുപാട് നാരുകൾ പോലെ ഇങ്ങനെ ഒരുപാട് നാരുകൾ പുറത്തേക്ക് വരും. എന്നിട്ട് അതിൻ്റെ എഡ്ജിൽ മാത്രമേ രാത്രിയിലൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിരിക്കും. കാരണം ആ നാരിൻ്റെ ഒക്കെ സ്ട്രാൻഡ്സിൻ്റെ എൻഡിൽ മാത്രം ഇങ്ങനെ ഡോട്ടായിട്ട് മാത്രം ലൈറ്റിനെ കാണാൻ കഴിയും. ഓക്കെ, ശ്രദ്ധിച്ചില്ലേ? അത് ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾസ് ആണ്. ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾസ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾസ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താ? ഒപ്റ്റിക്കൽ ഫൈബർ കാരണം ആ സാധനം കാണുമ്പോൾ തന്നെ എനിക്ക് അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാവും. അതിങ്ങനെ വളഞ്ഞൊക്കെ പോവുക, പക്ഷേ ഇടയിലൊന്നും ലൈറ്റ് ലീക്ക് ചെയ്യണില്ല. ആ എൻഡിൽ മാത്രമേ കിട്ടുള്ളൂ. ലൈറ്റ് ശരിക്കും വെറുതെ വരില്ല, അടിയിൽ അടിച്ചു കൊടുക്കുക. നമ്മളവിടെ അടിയിൽ നിന്ന് ലൈറ്റ് അടിച്ചു കൊടുക്കുന്നത് എൻഡിലൂടെ മാത്രം പുറത്തു വരിക. സാധാരണ ഈവൻ ഒരു ഗ്ലാസിൻ്റെ പൈപ്പാണെന്ന് വിചാരിക്കുക. ഗ്ലാസിൻ്റെ പൈപ്പ് ഇതിലൂടെ നമ്മൾ ലൈറ്റ് അടിച്ചു കൊടുത്താൽ എന്താ സംഭവിക്കുക? ആ ഗ്ലാസ് പൈപ്പ് ഇങ്ങനെ ബെൻഡ് ഉണ്ടെങ്കിൽ ലൈറ്റ് ഇതിൽ കൂടെ ഇങ്ങനെ ബെൻഡ് ആയിക്കൊണ്ട് വരുമില്ല, ലൈറ്റ് ഇതിൻ്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് പോവുക. എന്നാൽ ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ പ്രത്യേകത എന്താ അറിയാം? അത് ലൈറ്റ് പ്രൊപ്പഗേറ്റ്സ് ത്രൂ ദ ഫൈബർ ഈവൺ ഇഫ് ദ ഫൈബർ ഈസ് ബെൻഡ്. ഫൈബർ ബെൻഡായാൽ പോലും ലൈറ്റ് അതിൻ്റെ ഉള്ളിലൂടെ പ്രൊപ്പഗേറ്റ് ചെയ്ത് പോകുന്നത് നമുക്ക് കാണാൻ കഴിയും. അതാണ് ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ പ്രത്യേകത. ഒപ്റ്റിക്കൽ ഫൈബർ നാരാണ്, ഹെയർ ലൈക്ക് സ്ട്രക്ചറാണ്, അത്രയും തിന്ന. ദേ ആർ മെയ്ഡ് അപ്പ് ഓഫ് കോർഡ്സ്, പ്ലാസ്റ്റിക് ഓർ ഗ്ലാസ് ഒക്കെ ആ മെറ്റീരിയൽസ് കൊണ്ടാണ് നമ്മൾ ഒപ്റ്റിക്കൽ ഫൈബർ ഉണ്ടാക്കുക. ഫൈൻ സ്ട്രാൻഡ്സ് മെയ്ഡ് അപ്പ് ഓഫ് ഗ്ലാസ്, പ്ലാസ്റ്റിക് ഓർ ഗ്ലാസ്. ഓക്കെ, ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ പ്രത്യേകത ഇതിന് മെയിൻലി 2 ലെയേഴ്സ് ഉണ്ട്. ആപ്ലിക്കേഷനൊക്കെ നമുക്ക് പറയാം. ഒപ്റ്റിക്കൽ ഫൈബേഴ്സിൻ്റെ ആപ്ലിക്കേഷന് മെയിൻലി ഒപ്റ്റിക്കൽ ഫൈബേഴ്സിന് 2 ലെയേഴ്സാണ്. നോക്കൂ, ഇന്നർ ലെയർ ഈസ് കോൾഡ് കോർ. ഇന്നർ ലെയർ ഈസ് കോൾഡ് കോർ ഹൂസ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഈസ് മാർക്ക്ഡ് ആസ് N1. ഔട്ടർ ലെയർ ചെറിയൊരു ലെയർ അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് ഇപ്പുറത്തുണ്ട് ഔട്ടർ ലെയർ. അതിനാണ് ക്ലാഡിംഗ് എന്ന് വിളിക്കുന്നത്. ഹൂസ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N2. The refractive index of the core is slightly greater than the refractive index of the outer layer cladding. ഇതിപ്പോൾ എന്താ സംഭവം എന്ന് പറയുന്നത്? നമുക്ക് ഇത് ഒപ്റ്റിക്കൽ ഫൈബറാണെന്ന് വിചാരിക്കുക. ഈ പാനത് ഒപ്റ്റിക്കൽ ഫൈബറാണെന്ന് വിചാരിക്കും. അപ്പോൾ ഇത് ഇന്നർ ലെയർ കോർ, ഇതിനെ കവർ ചെയ്തുകൊണ്ട് ഒരു ഔട്ടർ ലെയർ കണ്ടോ. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഡയഗ്രം എന്താ അറിയോ? ഇതിനെ എങ്ങനെയാണ് കട്ട് ചെയ്ത് ഇങ്ങനെ ഹൊറിസോണ്ടലി സെൻറ്ററിലാണ് കട്ട് ചെയ്ത്. അപ്പോൾ ഒരു കഷ്ണം താഴേക്ക് വീഴൂലേ? അങ്ങനെ അത് വീണ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഇവിടെ നോക്കിയാൽ എന്താ കാണുക? സെൻറ്ററിലാരാണ്ട് കോർ, മേലാര ക്ലാഡിങ്, താഴിയാര ക്ലാഡിങ് കണ്ടോ. അതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ നമുക്കൊരു റേ ഓഫ് ലൈറ്റ്, ഓക്കെ, റേ ഓഫ് ലൈറ്റ് നോക്കൂ. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഇവിടെ ബെൻസ് ടുവേർഡ്സ് നോർമൽ, കാരണം എയർ നിന്ന് ഡെൻസർ മീഡിയത്തിലേക്ക് വരുന്നുണ്ട്. ഇവിടുത്തെ ആംഗിൾ എന്തായിരിക്കണം? I>C ആയിരിക്കണം. അപ്പോൾ TR സംഭവിച്ചു. TR ഒക്കേഴ്സ് മെനി ടൈംസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലൈറ്റ് പ്രൊപ്പഗേറ്റ്സ് ത്രൂ ദ ഫൈബർ ഈവൺ ഇഫ് ദ ഫൈബർ ഈസ് ബെൻഡ് ബൈ മൾട്ടിപ്പിൾ അല്ലെങ്കിൽ ബൈ റിപ്പീറ്റഡ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷന് പലതവണ സംഭവിച്ചിട്ടാണ് അതിലൂടെ ലൈറ്റ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്.
ഇതാണ് ഇതിൻ്റെ അപ്ലിക്കേഷൻ. കോർ ക്ലാഡിങ് മനസ്സിലായല്ലോ, ടേമൊക്കെ മനസ്സിലായല്ലോ. ഇത് വൈഡ് അപ്ലിക്കേഷൻ ഞാൻ നേരത്തെ പറഞ്ഞു എവിടെയുള്ളത്, ടെലികമ്മ്യൂണിക്കേഷനിലാണ് ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് കാര്യമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഏരിയ ടെലികമ്മ്യൂണിക്കേഷൻ. രണ്ടാമത്തത് മെഡിക്കൽ ഫീൽഡിലാണ്. മെഡിക്കൽ ഫീൽഡിൽ ഇൻ ഇൻസ്ട്രുമെൻറ്റ്സ് ലൈക്ക് നിങ്ങൾ എൻഡോസ്കോപ്പ് കേട്ടില്ല, എൻഡോസ്കോപ്പി ചെയ്യാമെന്ന് കേട്ടിട്ടുണ്ടാവും അല്ലേ, പലരെയും ചെയ്തിട്ടുണ്ടാവും ഒരുപക്ഷെ. എൻഡോസ്കോപ്പ് എന്നാണ് ഡിവൈസിൻ്റെ പേര്, എൻഡോസ്കോപ്പ്, സിസ്റ്റോസ്കോപ്പ്. ദീസ് ആർ ദ ഡിവൈസസ് വിച്ച് ആർ യൂസ്ഡ് ടു വ്യൂ ദ ഇൻറ്റേർണൽ ഓർഗൻസ്. നമ്മുടെ സാധാരണ ഇതിൽ ഏതെങ്കിലും ഒരു ഹോളിലൂടെ ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് കടത്തിവിടലാണ് ചെയ്യുക. നോർമലി വായിലൂടെ കടത്തും, അല്ലാതെയും ചെയ്യുന്നതുണ്ട്. അതിനൊക്കെ പല പേരുകളുമുണ്ട്, നിങ്ങൾക്കറിയാം. എൻഡോസ്കോപ്പി ചെയ്യാന്ന് പറഞ്ഞത് ഭയങ്കര ഒരു എന്താ പറയുക, മീൻസ് അത്ര പെയിൻഫുൾ അല്ല, എന്നിരുന്നാലും അതൊരു ഇറിറ്റേറ്റിംഗ് ആണ് അല്ലേ. നമ്മുടെ വായിലൂടെ അവർ അങ്ങനെ ചെയ്തിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും? ഡോക്ടേഴ്സൊക്കെ നമ്മളെ കയ്യും കാലൊക്കെ പിടിച്ചേക്കാനൊക്കെ ആളുണ്ടാവും. എന്നിട്ട് നമ്മളെ വായിലൂടെ ഈ ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ ശരിക്കാട്ടുന്നത്, മീൻസ് നമുക്ക് കേബിളായിട്ട് ഫീൽ ചെയ്യില്ല, അതൊക്കെ അതിനനുസരിച്ചിട്ട് കോട്ടിങ് കൊടുത്തിട്ടായിരിക്കും. എന്നിട്ട് നമ്മളോട് ഇങ്ങനെ സോളോ ചെയ്യാൻ പറയും, വിഴുങ്ങാൻ. അതിന് വിഴുങ്ങൂലാറിന് വാശി പിടിച്ചിട്ടൊന്നും കാര്യമില്ല, അവരിങ്ങനെ തള്ളിക്കയറ്റും. വിഴുങ്ങിയാൽ നമുക്ക് സൗകര്യമായി, കാരണം അതിൻ്റെ ആ ഒരു സ്മൂത്തായിട്ട് അതങ്ങനെ പോയിക്കോളും. ഇല്ലെങ്കിൽ ഒരങ്ങനെ കുത്തിയിറക്കും, അതാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എങ്ങനെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നോക്കൂ, ഞാൻ അതിൻ്റെ ഒരു ഫിസിക്സ് പറയട്ടെ, അതിൻ്റെ ബയോളജി നോക്കരുത്, ബയോളജി വളരെ വീക്കാണ്. ഞാൻ ജസ്റ്റ് അതിൻ്റെ ഒരു ഐഡിയ മാത്രമായിട്ട് പറയുന്നത്. ഇപ്പോൾ സപ്പോസ് ഇപ്പോൾ ഇവിടെ എന്തെങ്കിലും ട്യൂമറോ മീൻസ് ഞാൻ മുമ്പ് ഒരാളെ പിന്നെ എൻഡോസ്കോപ്പി ചെയ്യാൻ വേണ്ടി കൊണ്ടുവരുന്നു. മൂപ്പർക്ക് ക്യാൻസർ ആയിരുന്നു. അപ്പോൾ അതിന് ചോദിച്ച് പേടിക്കൊന്നും വേണ്ട കേട്ടോ. ഇപ്പോൾ സാധാരണ വയറിൽ ചെറിയ അസ്വസ്ഥത ഉണ്ടായാൽ തന്നെ എൻഡോസ്കോപ്പി ചെയ്യാറുണ്ട്, അൾസർ ഇതിനൊക്കെ. എനിക്കുണ്ടായ ഒരു അനുഭവം ഞാൻ അങ്ങനെ പറഞ്ഞത് മാത്രം. അപ്പോൾ നമുക്ക് ഇവിടെ ഏതെങ്കിലും ഒരു ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഇതൊരാളെ സ്റ്റൊമക്കാന്ന് വിചാരിക്കുക, ലെറ്റ് ഇറ്റ് ബി, മീൻസ് ഞാൻ പറഞ്ഞില്ലേ ബയോളജിയിലേക്ക് പോകണ്ടേ. അപ്പോൾ നമ്മളെന്താ ചെയ്യാന്ന് വെച്ചാൽ ഈ ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ ഇതിലൂടെ ഇങ്ങനെ ഇറക്കും. ഒരു ഫൈബർ അല്ല ഇറക്കുക, ബണ്ടിൽ ഓഫ് ഫൈബേഴ്സ് ഇറക്കുക എപ്പോഴും. അതിന് പേര് ബണ്ടിൽ എന്ന് വിളിക്കാൻ കാരണം അതൊരു ടെക്നിക്കൽ ടേമും കൂടിയാണ്. അതിലൊരു ബഞ്ച് ഓഫ് ഫൈബേഴ്സ് നമ്മൾ വിളിക്കുന്ന ടെക്നിക്കൽ നെയിമും കൂടിയാണ് ബണ്ടിൽ എന്നുള്ളത്. അപ്പോൾ എന്നിട്ട് നോക്കൂ, അതിൻ്റെ ശരിക്കും ബേസിക് അതിൻ്റെ പ്രിമിറ്റീവ് മെത്തേഡായിട്ട് ഞാൻ പറഞ്ഞു. ഇങ്ങോട്ട് ഇതിൽ കൂടെ ലൈറ്റ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ ലൈറ്റ് നോക്കൂ ഇവിടെ ഒന്നും ലീക്ക് ചെയ്യൂല, കാരണം ഫൈബറിൻ്റെ പ്രത്യേകത ആണല്ലോ. ബെൻഡാണെങ്കിലും ഇടയിൽ ലൈറ്റ് ലീക്ക് ചെയ്ത് പോകില്ല, അവർ നേരെ ഡെസ്റ്റിനേഷനിലെത്തും. എന്നിട്ട് ഇതിനെ ഇവിടുന്ന് പുറത്തേക്ക് എടുത്താൽ മതിയല്ലോ അല്ലേ. അവിടുന്ന് റിഫ്ലക്റ്റഡ് ലൈറ്റിനെ പുറത്തേക്ക് എടുത്തിട്ട് നമ്മൾ സ്ക്രീനിലേക്ക് കാണിക്കുക. ഇനി പുറത്തേക്ക് എടുക്കാൻ വേറെ ഫൈബർ പിന്നെയും കുത്തി ഇറക്കൊന്നുമില്ല കേട്ടോ, അതൊക്കെ ആവശ്യമുള്ളതൊക്കെ ആദ്യം ഇറക്കിയിട്ടുണ്ടാവും. ഞാൻ അതിൻ്റെ ഐഡിയ മാത്രം പറഞ്ഞെന്നുള്ളൂ. ഓക്കെ, അപ്പോൾ അതാണ് ടെലികമ്മ്യൂണിക്കേഷനിൽ ഇത് ഭയങ്കര റെവല്യൂഷൻ ഉണ്ടായത്. ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് ആർ ഹൈലി ഇമ്മ്യൂൺ ടു സൗണ്ട് ഇൻ്റർഫറൻസ്. ക്രോസ് ടോക്കിംഗ് വളരെ കുറവാണ്. ഹൈ ഫിഡിലിറ്റി, നല്ല ക്ലാരിറ്റി വന്ന് ഒക്കെ അതിന് ശേഷം. മുമ്പൊക്കെ നമ്മൾ ഫോണൊക്കെ ലാൻഡ് ഫോണൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അർജൻറ്റ് കോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഫോൺ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അയലക്കാർ സംസാരിക്കണമൊക്കെ പലപ്പോഴും കേൾക്കലുണ്ട്. പിന്നെ നമ്മളെ തിരക്കൊന്നുമില്ല, പിന്നെ അത് കേൾക്കലായി പിന്നെ പണിയും അല്ലേ. ഇപ്പം പിന്നെ അതൊന്നുമില്ല, കാരണം ഇപ്പോൾ കംപ്ലീറ്റ് ഓൾമോസ്റ്റ് ഒക്കെ എന്താണ് ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷനാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒപ്റ്റിക്കൽ ഫൈബേഴ്സിൽ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ആരാണ്? ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. ലാസ്റ്റ് വൺ മോർ തിങ് പറഞ്ഞിട്ട് ഞാൻ ഈ സെഷൻ അവസാനിപ്പിക്കണം. ഫീൽഡ് ഓഫ് വിഷൻ ഓഫ് എ ഫിഷ് ഓർ എ സ്വിമ്മർ അല്ലെങ്കിൽ ഡൈവിങ് ദാറ്റ്സ് റിയലി വണ്ടർഫുൾ. നമ്മൾ നോക്ക്, ഒരു പിന്നെ വലിയൊരു കുളത്തിലേക്ക് നമുക്ക് ഇത്രയും വെള്ളം ഉണ്ടെന്ന് വിചാരിക്കാം. ആ കുളത്തിലേക്ക് ഇവിടെ നമ്മൾ മുങ്ങി ഇങ്ങനെ നിൽക്കുക. എന്നിട്ട് നമ്മൾ ഇവിടുന്ന് പുറത്തേക്കാണ് നോക്കിക്കഴിഞ്ഞാൽ യു കനോട്ട് സീ ദ എൻറ്റയർ സ്കൈ അല്ലേ. അപ്പോൾ ഈവൻ കടലിൻ്റെ നടുവിൽ നിന്നിട്ട് നമ്മൾ വെള്ളത്തിൻ്റെ മുകളിൽ നിന്നിട്ട് ഇങ്ങനെ മുകളിലേക്ക് നോക്കിയാൽ വി ക്യാൻ സീ ദ എൻറ്റയർ സ്കൈ അല്ലേ. ആ ചക്രവാളം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങനെ വീണിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. പക്ഷേ നിങ്ങൾ അവിടെ വെള്ളത്തിലോട്ട് ഇറങ്ങി മുങ്ങിയിട്ട് നിങ്ങൾ മുകളിലേക്ക് നോക്കിയാൽ യു കനോട്ട് സീ ദ എൻറ്റയർ സ്കൈ. ഇൻസ്റ്റഡ് യു ക്യാൻ സീ ദ ഔട്ട്സൈഡ് വേൾഡ് ഓൺലി ത്രൂ എ സർക്കുലർ ഹൊറൈസൺ ഓർ എ സർക്കുലർ പാച്ച്. ഒരു ചെറിയൊരു ഏരിയയിലൂടെ മാത്രമേ നിങ്ങൾക്ക് പുറത്തുകൂടെ കാണാൻ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ പറയാം, ഇത് ആണെങ്കിൽ ഇവിടുന്ന് ഒരു റേ ഓഫ് ലൈറ്റ് ഇങ്ങനെ പോവാണ്. അപ്പം നിങ്ങൾ ഡെൻസർ മീഡിയത്തിലപ്പോൾ ഉള്ളത്, ഡെൻസറിന് റയറിലേക്കാണ് പോണത്. അപ്പോൾ ഈ ആംഗിൾ ക്രിറ്റിക്കൽ ആംഗിൾ അങ്ങനെ ആയാൽ പിന്നെ ഇത് ഇങ്ങനെ അങ്ങോട്ടാണ് പോവുക. പിന്നെ ഇതിലും വലിയൊരു ആംഗിളിൽ ലൈറ്റ് ഇങ്ങനെ വന്നാൽ പിന്നെ TR സംഭവിച്ചിട്ട് ഇങ്ങോട്ട് വരിക. മനസ്സിലായോ? ഞാൻ പറഞ്ഞ ആ പോയിന്റ് മനസ്സിലായില്ലേ? അപ്പോൾ നോക്കൂ, ഇവിടെ ഇതും C ആണെങ്കിൽ പിന്നെ ലൈറ്റ് ഇങ്ങനെ
അപ്പോൾ ഇതിൻ്റെ ഇടയിലുള്ള ഈ ഒരു സർക്കുലർ ഏരിയയിലൂടെ മാത്രമേ നിങ്ങൾക്ക് പുറം ലോകം കാണാൻ കഴിയുള്ളൂ. മനസ്സിലായല്ലോ? അതാണ് ഫീൽഡ് ഓഫ് വിഷൻ. അപ്പോൾ ഇവിടെ ഉള്ളൊരു ഫിഷിനും അങ്ങനെ തന്നെയാണ്. ഇവിടെ നിങ്ങളൊരു ബൾബ് കത്തിച്ചു എന്നിരിക്കുക, ഇവിടെ ഒരു ബൾബ് കത്തിച്ചു വെച്ചാൽ ആ ബൾബിൽ നിന്നുള്ള ലൈറ്റ് ഇതിലൂടെ പോയി കണ്ട് അല്ലെങ്കിൽ ഇതിലൂടെ പോയിട്ട് പുറത്തേക്ക് വരില്ലാന്ന്. അതൊരു സർക്കുലർ ഏരിയയിലൂടെ മാത്രമേ അതിൽ നിന്നുള്ള വെളിച്ചം പുറത്തേക്ക് പോകുള്ളൂ എന്നാണ് പറഞ്ഞത്. ആ സർക്കുലർ ഏരിയൻ്റെ റേഡിയസ് എന്താണെന്നുള്ളതൊക്കെ നമുക്ക് കാൽക്കുലേറ്റ്. ഇത് ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഹെഡിങ്ങൾ കാണാൻ കഴിയില്ല. പക്ഷേ ടെക്സ്റ്റ് ബുക്കിൽ എക്സസൈസിലെ സെക്കൻഡ് പേജിലെ ഏറ്റവും മുകളിലത്തെ ക്വസ്റ്റ്യൻ നമ്പർ 5 ആണെന്നാണ് എൻ്റെ ഓർമ്മ. നിങ്ങൾ ചെക്ക് ചെയ്തോളൂ. ആ ഒരു ടാങ്കിലടിയിൽ ബൾബ് കത്തിച്ചൊരു പ്രോബ്ലമാണ്. അത് ചെയ്യണമെങ്കിൽ ഈ ഇൻഫർമേഷൻ ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുള്ളൂ. നോക്കൂ, ഞാൻ പെട്ടെന്ന് അത് സോൾവ് ചെയ്ത് കാണിച്ചു തരാം. ഫൈനൽ ആൻസർ പഠിച്ചാൽ മതി. നോക്കിയത് ആ ഡയഗ്രാമാണ് കാണിച്ചിട്ടുള്ളത്. ഇവിടെ ഒരു ഫിഷ് ഉണ്ട് കണ്ടോ. ആ ഫിഷിൽ നിന്ന് ഒരു റേ ഓഫ് ലൈറ്റ് നേരെ പോയി അത് ഇവിടെ ക്രിറ്റിക്കൽ ആംഗിളിൽ ഇൻസിഡൻറ്റ് ചെയ്തു. അപ്പോൾ പിന്നെ എങ്ങോട്ടാണ് പോവുക? അപ്പോൾ ഇത് സി ആണെങ്കിൽ ഈ ഹൈറ്റ് ഡെപ്ത്ത് എച്ച് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ആംഗിളും സി ആണ്. ഓക്കെ, അപ്പോൾ അതുപോലെ ഞാൻ ഇങ്ങോട്ട് മാർക്ക് ചെയ്തു. അപ്പോൾ ഇവിടെ ഒരു സർക്കുലർ ഏരിയ മാർക്ക് ചെയ്തു. ഈ 6 കണ്ടെത്തലാണ് എൻ്റെ എയിം. അത് നോക്കൂ, സൈൻ സി സിക്കൽ 1/n അല്ലേ. എൻ ഇ സിക്കൽ 1/sin c നമ്മൾ പഠിച്ച ഇക്വേഷനാണ്, റെഡിമെയ്ഡ് ഇക്വേഷൻ നേരെ എടുത്തു. അപ്പോൾ സൈൻ സി സിക്കൽ 1/n. ഇനി ഫിഗറിൽ നിന്ന് സൈൻ സി കാണാൻ പോകാം. നോക്കൂ, ഇവിടെ ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണല്ലോ. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ കണ്ടോ. അവിടുന്ന് സൈൻ സി എടുത്തു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഓപ്പോസിറ്റ് സൈഡ് ആരാ? ആർ ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. നോക്കൂ, √r² + h². ഓക്കെ അല്ലേ? ഓക്കെ, ഇനി അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ സൈൻ സി എന്ന് പറഞ്ഞത് 1/n. അപ്പോൾ 1/n ഈസ് ഈക്വൽ ടു സൈൻ സി. സൈൻ സി ഈസ് r ഡിവൈഡഡ് ബൈ √r² + h². സ്ക്വയർ ചെയ്തു. അപ്പോൾ നമുക്ക് 1/n² ഈസ് ഈക്വൽ ടു r² ഡിവൈഡഡ് ബൈ r² + h². ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ r² + h² ഇവിടെ എത്തി, n² ഇവിടെ എത്തി. ഓക്കെ അല്ലേ? യെസ്, h² മാത്രം അവിടെ നിർത്തുന്നു. അപ്പോൾ n² r² മൈനസ് r² എന്ന് വരും. അപ്പോൾ r² പുറത്തെടുത്തു. n² - 1 × r². എനിക്ക് വേണ്ടത് r ആണ്. അപ്പോൾ r² ഈസ് ഈക്വൽ ടു h² ഡിവൈഡഡ് ബൈ n² - 1. ആൻഡ് ദിസ് ഈസ് ദ ഫൈനൽ ആൻസർ. r ഈസ് ഈക്വൽ ടു h ഡിവൈഡഡ് ബൈ √n² - 1. എൻട്രൻസിനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബൈ ഹാർട്ടാക്കി വെക്കുക എൻട്രൻസിനും. അത് മനസ്സിലായല്ലോ? ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പ്രോബ്ലമൊക്കെ ഇനി r ഈസ് ഈക്വൽ h ഡിവൈഡഡ് ബൈ √n² - 1. That means a diver or a fish underwater or a swimmer underwater can see the outside world only through a circular horizon or a circular area whose radius is given by r is equal to h divided by √n² - 1. That's all for the day. Thank you.